ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷനെ കൊണ്ടുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എല്ലാം ആണ്. നമ്മുടെ കുറേ ക്ലയൻസിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേർക്കുള്ള കുറേ ഡൗട്ടുകളുണ്ട്, കുറേ ഭയമുണ്ട്, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചിലർ ചെയ്യാനിരിക്കും, പക്ഷെ ഈ പറഞ്ഞ കൺഫ്യൂഷൻസ് കൊണ്ടൊക്കെ അവരത് ചെയ്യുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മളത് ഒന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു പെർമനൻറ്റ് ഹെയർ എക്സ്റ്റൻഷൻ ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അതുപോലെ പെർമനൻറ്റ് അതുപോലെ സെമി പെർമനൻറ്റും, ആക്ച്വലി ഇതൊരു പെർമനൻ്റ് അല്ല, ഇതൊരു സെമി പെർമനൻറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഇപ്പം മൈക്രോ ബ്ലേഡിങ് എന്താണെങ്കിൽ പോലും അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ എക്സ്റ്റൻഷനും ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ വേറെ വിഷയങ്ങൾ പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് അവിടെ കിടക്കുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ മുടി കുറവുള്ളത് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, തിരുപ്പൻ, ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സിന്തറ്റിക് ഹെയർ ഉണ്ടാവും, പിന്നീട്ടിട്ട് കിട്ടുന്നത്. ആ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കെട്ടുക എന്ന് പറയുമ്പോൾ അതൊരു കാണുമ്പോൾ ഒരു രസമില്ലേ, കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും അത് ആർട്ടിഫിഷ്യൽ ഹെയർ ആണെന്ന്. എന്നാൽ ഇന്ന് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഫിലിം ഫീൽഡിലൊക്കെ ഉള്ളവർക്കൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അവരത് നമുക്ക് മനസ്സിലാവില്ല, കാരണം അത് കോസ്റ്റ്ലി ആണ്. നമുക്കൊന്നും നമ്മുടെ അന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ അത്രയ്ക്കും ആ ഒരു എമൗണ്ടിലൊന്നും അതൊന്നും കിട്ടാനില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് കാണുന്നതോ അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ളതും നമുക്ക് നമ്മുടെ കയ്യെത്താൻ ദൂരത്താണ്. എല്ലാത്തിനും മുമ്പിൽ ദുട്ട് വേണം, ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും എന്നുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ അതാണ് സത്യം. നമ്മുടെ കയ്യിൽ ഇറക്കാൻ നമ്മൾ കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. നമുക്കിപ്പം അസുഖം ഉണ്ടെങ്കിൽ, വലിയ അസുഖം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്കതിനെ കാശുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുടി കുറവുള്ളവർക്ക്, അതായത് ഒട്ടും സ്കാൽപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടും ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഗ് ആ ഒരു രീതി തന്നെയുള്ളൂ. അവിടെ നമ്മുടെ ഈ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ സക്സസ് ആവില്ല. വിഗ് എന്നുള്ള രീതിയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് തിക്നെസ് കുറവ് അതുപോലെ നീളം കുറവൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളെടുത്തുണ്ടാവുക. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത്, നോർമലി എൻ്റെ എക്സ്റ്റൻഷൻ സർവീസ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് സലൂണിൽ വെഫ്റ്റ് എക്സ്റ്റൻഷനും അതുപോലെ മൈക്രോ റിംഗ് എക്സ്റ്റൻഷനും മാക്രോ റിംഗ് എക്സ്റ്റൻഷൻ, അതായത് നാനോ റിംഗ് എക്സ്റ്റൻഷനും. ഈ 2 റിംഗ് എക്സ്റ്റൻഷനും ഒരു വെഫ്റ്റ് മെത്തേഡുമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ കൺവിൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉള്ളതിൽ ബെറ്റർ ആയിട്ട് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ 3 മെത്തേഡ്, 3 എന്ന് പറയുന്നത് 2 ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. മൂന്നാമത്തതിൻ്റെ ബുദ്ധിമുട്ടും ഞാൻ പറയാം. നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, മുടി സ്കാൽപ്പിൽ ഒട്ടും ഇല്ലാത്തൊരു ക്ലയൻറ്റിനെ നമുക്കൊരിക്കലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു രീതി നമുക്ക് സക്സസ് ആവില്ല. ഇച്ചിരിയെങ്കിലും സ്കാൽപ്പിൽ കുറച്ചെങ്കിലും മുടി വേണം. ആ മുടിയുടെ കഴിവിലാണ്, ആ മുടിയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ഒരിക്കലും സ്കാൽപ്പിലേക്കോ നമ്മുടെ സ്കിന്നിലേക്കോ അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് വെഫ്റ്റ്. ഞാൻ ആദ്യം വെഫ്റ്റിനെ കുറിച്ച് പറയാം. വെഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടിക് ടാക്ക് അതുപോലെ ക്ലിപ്പ് എക്സ്റ്റൻഷൻ, ടിക് ടാക്ക് ഒക്കെ എക്സ്റ്റൻഷൻ നിങ്ങളിപ്പം ബ്രൈഡ്സിനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ടിക് ടാക്ക് വെച്ചിട്ട് ബാക്കിൽ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുക്കും. അതേപോലൊരു മെത്തേഡാണ് വെഫ്റ്റ്. അതിൽ ടിക് ടാക്ക് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പകരം ആ ഒരു ബെൽറ്റായിട്ടൊന്നും കട്ടിയൊന്നും ഉണ്ടാവില്ല, അതൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ഇതിലുണ്ടാവും. അതൊരു ഓൾമോസ്റ്റ് ഒരു ക്ലയൻറ്റിന് നമ്മളൊരു 100 ഗ്രാം, മാക്സിമം 150 ഗ്രാം, 150 ഒന്നും വെക്കാൻ പാടില്ല. ഒരു 100 ഗ്രാംസ് ഒക്കെയാണ് നമ്മളൊരു ക്ലയൻറ്റിന് വെക്കുക. അതിനുള്ള സ്പേസ് സ്കാൽപ്പിൽ ഉണ്ടാവുള്ളൂ നമുക്ക്. പിന്നെ കൂടുതൽ വാരി വലിച്ച് വെക്കുമ്പോഴാണ് നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാം. അല്ലാതെ ഒരു മാന്യമായ രീതിയിൽ നമ്മളിത് വെക്കുമ്പോൾ ഒരാൾ കാണാൻ പാടില്ലല്ലോ, കണ്ടിട്ട് മനസ്സിലാവാൻ പാടില്ലല്ലോ ആർട്ടിഫിഷ്യൽ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ല എക്സ്റ്റൻഷൻ ആണെന്നുള്ളത് മറ്റൊരാൾ കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു 100 ഗ്രാം നമ്മൾ വെക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 3 ലെയേഴ്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ ക്ലയൻസിന് വെച്ച് കൊടുക്കാറുള്ളത്. തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും കൊടുക്കുകയാണ്. സ്റ്റിച്ചിങ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് വെഫ്റ്റ്.
അത് മൈക്രോറിങ്ങിനേക്കാൾ കൂടുതൽ ഹെയർ നമുക്ക് അറ്റ് എ ടൈം വെക്കാൻ പറ്റും. അത് ഇളകിപ്പോരുന്നതാണെങ്കിൽ മറ്റതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും 1-2 ഒക്കെ ആയിട്ട് പിഴുത് പോരില്ല. അത് പോരുമ്പോൾ അത് ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി വരും എന്നല്ലാതെ നമുക്ക് പെട്ടെന്ന് നല്ല ഒരു 3 monthsന് ശേഷമാണ് എങ്ങനെയാലും ലൂസ് ആവുക. 3 months കൂടുമ്പോൾ നിങ്ങൾ 3 monthsന് ശേഷം നിങ്ങൾ സർവീസ് ചെയ്യുക. നിങ്ങളുടെ സൗകര്യം അനുസരിച്ചെന്നല്ല, നിങ്ങളുടെ മുടി എത്രത്തോളം ഊരുന്നുണ്ട് അല്ലെങ്കിൽ ലൂസ് ആവുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവും. ലൂസ് ആവുന്ന ഊരി വീട് പോവാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഒറിജിനൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, അപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഏരിയ ആ ഗ്രോത്തിനനുസരിച്ച് ചെറുങ്ങനെ താഴും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിപ്പം ലാസ്റ്റ് ഒരു ക്ലയൻറ്റ് വന്നത് 12 months ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 1 year. പക്ഷെ അത്രയൊന്നും ഒരിക്കലും ഒരു ഹെയർ എക്സ്റ്റൻഷൻ സർവീസ് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമറും വെയിറ്റ് ചെയ്യരുത്. ബിക്കോസ് അവരുടെ മുടി ഭയങ്കരമായിട്ട് ജട വന്നിട്ടുണ്ട്. അങ്ങനെ കാരണം നമ്മളിപ്പം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ എത്തിയിട്ടാണ് വന്നത്. അത്രയും ഏരിയയിലെ ഹെയർ ഭയങ്കരമായിട്ട് കുടുങ്ങും. അപ്പോൾ അതൊരിക്കലും പാടില്ല. 3 months 4 months 5 monthsനുള്ളിലൊക്കെ വരുന്ന ക്ലയൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഊരി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു നീറ്റ്നെസ്, ഭയങ്കര നീറ്റായിരിക്കും അവരുടെ ഹെയർ. ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ അത്രയധികം നമ്മൾ കഷ്ടപ്പെടണം. അതുപോലെ അവർക്കും ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും. നമ്മൾ എത്രയും മുടിയിലെ ജട പോകുമ്പോൾ നമുക്ക് എത്ര വേദന ഉണ്ടാവും. അതുതന്നെ. അപ്പം വെഫ്റ്റിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ വരുന്നത് മൈക്രോ റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും ക്ലയൻസിന് വെഫ്റ്റ് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വിരലിട്ടിട്ട് ജട പോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം മൈക്രോ റിംഗ് ആണ് ബെറ്റർ. മൈക്രോ റിങ്ങും അതുപോലെ നാനോ റിങ്ങിൻ്റെ പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തത്, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല, നമ്മൾ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തത് അത് മൈക്രോ റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് മുടിയിൽ നിന്ന് ഇളകി, അതായത് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നാനോ റിങ്ങിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാനത് ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ മൈക്രോ റിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതുപോലെ വെഫ്റ്റ് ചെയ്യുന്ന ക്ലയൻസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പം ചിലർ പറയും വല്ലാതെ തലയിൽ ലേസ്, അതായത് പാനൊക്കെ ഉണ്ടാവും എന്ന് പറയും, ചിലർ വല്ലാണ്ട് മുടി വൃത്തികേടാവും എന്ന് പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കാര്യം തന്നെയാണ്. എനിക്ക് ഇപ്പോൾ ഉള്ള ക്ലയൻസിൽ ഒരു 75% ക്ലയൻറ്റും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ഹെയർ. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മുടെ മുടിയിൽ വെച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മുടി വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ഹെയർ വെച്ചു എന്ന് വിചാരിച്ച് അവിടെ തിരിഞ്ഞു നോക്കണ്ടെന്നല്ല നമ്മൾ സാധാരണ പോലെ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ഡെയിലി കുളിക്കുന്നവരാണ് അങ്ങനെ, 2 ദിവസം കൂടുമ്പോൾ കുളിക്കുന്നവരാണ് അങ്ങനെ. എപ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ മുടി എത്രത്തോളം വൃത്തിയാക്കുന്നു. ഞാൻ മെയിനായിട്ട് പറയുന്ന ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നവർ 1 ലിറ്റർ എണ്ണയൊന്നും തലയിൽ കോരി ഒഴിക്കാൻ നിൽക്കുന്നവരായിരിക്കരുത്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുള്ളവർ ഇതിന് നിൽക്കരുത്. ആദ്യമേ ഞാൻ പറയാറുണ്ട്, എണ്ണയിൽ കുളിച്ച് നടക്കുന്ന കുറേ പേര് നമുക്കറിയാം. അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ഇതുപോലത്തെ സർവീസസ് എടുക്കരുത്. കാരണം നമ്മളൊക്കെ അറിയാലോ, ഒരു മെഷീൻ പ്രോപ്പറായിട്ട് വർക്ക് ആവാൻ നമ്മളത് ഗ്രീസ് ഒഴിച്ചു കൊടുക്കുകയും ഓയിലൊക്കെ ഇട്ട് കൊടുത്ത് അത് പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് വർക്കാവില്ലേ, അതുപോലെ തന്നെയാണ് ഇതൊരു എന്താ പറയുക, ഒരു റിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ കണ്ടന്റ് ആണ്. ആ മെറ്റൽ കണ്ടന്റ് നമ്മൾ ഹെയറിലൊരു സിലിക്കൺ റിങ് വെച്ച് സിലിക്കൺ അതിനുള്ളിൽ കവർ ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനുള്ളിലേക്ക് ഓയിൽ കണ്ടമാനം പോകുന്നതിനനുസരിച്ച് അത് ഒരു 3 മാസത്തിന് ശേഷം ഊരി പോവേണ്ട അല്ലെങ്കിൽ ലൂസ് ആവേണ്ട ഒരാളെ സംബന്ധിച്ച് കണ്ടമാനം ഓയിൽ എത്തുമ്പോൾ അത് 1 മാസം കൊണ്ട് ഊരി പോകാം. അപ്പം അത് നമ്മുടെ ഇഷ്യൂവോ അല്ലെങ്കിൽ ആ ഹെയറിൻ്റെ പ്രോബ്ലം ഒന്നുമല്ല, ആ ഒരു ക്ലയൻറ്റിൻ്റെ പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അതിൻ്റേതായ ഒരു റിസ്ക് എന്നല്ല ഇതിനെ പറയാം, അതിൻ്റേതായ പ്രിക്കോഷൻസ് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണെങ്കിൽ പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് ചെയ്യുക. നമ്മുടെ തലയിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മൾക്ക് എപ്പോഴും വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ കൃത്യമായിട്ട് ഒത്തിരി ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സുമാർ, അവരൊക്കെ എന്താണ് അവരുടെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ലേഡീസിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അവർക്കൊക്കെ പ്രോപ്പറായിട്ട് ഇപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, അവർക്കത് വാഷ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരങ്ങനത്തെ ജോലിയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അവരത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കാരണം സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തിയിലാണ് അവർ കൊണ്ട് നടക്കുന്നത്. അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ബ്യൂട്ടീഷ്യൻസ്, അവരൊക്കെ വളരെ നീറ്റായിട്ട് കൊണ്ട് നടക്കും. കാരണം അവർ ഒരു ഇപ്പോഴത്തെ പണ്ടത്തെ അവരില്ല ഞാൻ ഉദ്ദേശിച്ച് ഇപ്പോഴത്തെ ഈ ബ്യൂട്ടീഷ്യൻ ഫീൽഡ് അല്ലെങ്കിൽ മേക്കപ്പ് ഫീൽഡിലൊക്കെ ഉള്ളവർ വളരെ അപ്ഡേറ്റഡ് ആണ്. അവർ നല്ല നീറ്റായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ബോഡി നീറ്റാക്കി വൃത്തിയാക്കി കൊണ്ട് നടന്നാലാണ് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിനും ഒരു എന്താ പറയുക, ഒരു
ഒരു കോൺഫിഡൻറ്റ് കിട്ടും അല്ലേ. ആ കോൺഫിഡൻസ് ലെവൽ വരണേ നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളൊരു മാതിരി ചാളക്കോലത്തിൽ നടന്നിട്ട് അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ ഹെയർ, നമ്മുടെ സ്കിന്നൊക്കെ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഊരിപ്പോകുന്നുള്ളൂ. അങ്ങനെ ഊരിപ്പോവും, നാണം കെടുവൊന്നുമില്ല. അതിലല്ലല്ലോ നമ്മളിങ്ങനെ കാശ് ചിലവാക്കി ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഹെയറിൻ്റെ കാര്യം, പിന്നെ കുളിക്കുന്ന കാര്യം. ആദ്യം ചിലർ പറയും മുന്നോട്ടിട്ട് കുളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കുളിക്കാം. മാക്സിമം നിങ്ങൾ ഡെയിലി കുളിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയും. കാരണം ഡെയിലി കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓയിലും അതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഷാമ്പു വാഷ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം കൂടി ഇതിനുള്ള കുടുങ്ങി കിടന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഈ ഡെയിലി ഉള്ള ഹെയർ വാഷ്. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഹെയറിൻ്റെ കാര്യം, ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെയർ നമുക്ക് എങ്ങനെയായാലും 1 year എബോവ് വാറണ്ടി തരാൻ പറ്റും. 1 year അല്ല, ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലയൻസ് പലരും 2 year എബോവ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതുവരെ ഹെയറിനൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജട പിടിച്ചിട്ട് അത് കുടുക്കൊക്കെ തീർത്ത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ഡാമേജ് മുടിക്ക്, അതായത് മുടി ഈ കുറച്ചൊക്കെ പറഞ്ഞോ പൊട്ടിയൊക്കെ പോകും. അങ്ങനെയല്ലാതെ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അതിനെ എത്തിക്കാതിരുന്നാൽ മതി. അപ്പം പിന്നെ ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളതൊരു പേന നിറയുമോ എന്നുള്ളത്. പേന നിറയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ നമ്മളിപ്പം ഈ ഒരു ചെവിയുടെ ബാക്ക് സൈഡിലൊരു ഇത്രയും പോർഷനിലാണ് നമ്മളിത് വെക്കുന്നത്. ആ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് ആ ഒരു കോമ്പ് വെച്ച് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉള്ളൂ. ബാക്കി എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ചെയ്യാം, 2 സൈഡിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിൻ്റെ മോൾ ഭാഗം ഇത്ര ഏരിയ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്ത് വൃത്തിയാക്കാൻ പറ്റും. ഇവിടുത്തെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഏരിയ മാത്രം ഒഴിവാക്കിയിട്ടാൽ മതി. ആ ഒരു ഏരിയയിൽ നാട്ടിലുള്ള പേന മുഴുവൻ വന്ന് താമസിക്കൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പിന്നെ ആ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ വീട്ടിലെ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അങ്ങനത്തെ ഇഷ്യൂ എനിക്ക് തോന്നുന്നു, എനിക്ക് 1-2 ക്ലയൻസിന് മാത്രമേ ആ പ്രോബ്ലം നമുക്കുണ്ടായിട്ടുള്ളൂ. അവരത് അത്രയും അവർക്ക് ഈ പറഞ്ഞ പോലെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത്രയും കെയർ ചെയ്യാത്തതുകൊണ്ടോ ആയിരിക്കാം. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലുള്ളവർക്കൊക്കെ അവരൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അത് ഭയങ്കരമായിട്ടൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച്. വേറെ ആർക്കും ഞാൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഭീമമായ അല്ലെങ്കിൽ ഭീകരമായ ഒരു കാര്യമൊന്നും അല്ല ഹെയർ എക്സ്റ്റൻഷൻ. നമ്മൾക്ക് നമ്മുടെ തലയിലേക്ക് സ്കാൽപ്പിൽ താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഹെയർ വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് സോ സിമ്പിൾ. പറഞ്ഞല്ലോ, അതൊരു വലിയ വിഷയമേ അല്ല. അതല്ലാതെ ഒരു 150 ഗ്രാം മാക്സിമം വെക്കേണ്ട ഒരു സ്കാൽപ്പിലേക്ക് ഒരു 10-200 ഗ്രാമൊക്കെ വെച്ച് അതിൻ്റെ വെയിറ്റും മൈഗ്രെയിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ട, അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ടുണ്ടാകും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നമ്മൾക്ക് ആളുകളുടെ ഇടയിലേക്ക് പോകാൻ മടിയുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ വെക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനൊന്ന് കവർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കുക. അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസിന് ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യൂ. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യും.